ജസ്റ്റ് ഇനി അവിടെ അവരുടെ ആണവ മേഖലയുടെ തലവൻ ഫക്രുസാദയെ കൊന്ന ആ രീതി, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ലോകം ഞെട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ ആ മേഖലയിലൊന്നും ആളില്ല. ടൺ കണക്കിന് ഭാരം വരുന്ന ഒരു റൈഫിൾ ഒരു വണ്ടിയിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ വണ്ടിയുടെ കുലുക്കം അനുസരിച്ച്, അല്ലെങ്കിൽ ഫക്രുസാദെ വരുന്ന വണ്ടിയുടെ വേഗത അനുസരിച്ച് ക്രിസ്റ്റൽ ക്ലിയറായി വെടിവെക്കാൻ കഴിയുന്ന ക്ലിനിക്കൽ പൊസിഷനൊക്കെ കണ്ട് ഞെട്ടിയതാണ്. അത് നമുക്കറിയാവുന്നത്. അങ്ങനെ നമുക്കിനിയും അറിയാത്ത സമഹാരായുധങ്ങൾ ഏതൊക്കെയുണ്ട് മൊസാദിൻ്റെ പക്കലുണ്ടെന്ന് ആര് കണ്ടു? ഷെഡിനി. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് ഒരു ആസ്പെക്റ്റും കൂടെ, അതായത് അവരുടെ തന്നെ ന്യൂക്ലിയർ പ്ലാന്റിന് തന്നെ നമുക്കറിയാം, അവർ കമ്പ്യൂട്ടറിൽ വൈറസ് കൊണ്ടുപോയി അതിനെ അവരുടെ ന്യൂക്ലിയർ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് പിന്നെയും കുറേ വർഷത്തേക്ക് ബാക്കിലോട്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർക്ക് കാപ്പബിലിറ്റി ഒരു പ്രശ്നമല്ല. കാപ്പബിലിറ്റി ഈസ് നോട്ട് എ പ്രോബ്ലം. അവരുടെ എന്ന് വെച്ചാൽ അത് ചെയ്യണമെന്നുള്ളതെങ്കിൽ അവർ ചെയ്തിരിക്കും. അപ്പോൾ നാളെ ഇതുപോലെ ഒരു ന്യൂസ് വരെയാണ് അവരായിരുന്നു ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അങ്ങനെ അതിശയം തോന്നേണ്ട കാര്യമില്ലെന്ന് മാത്രമാണ്. ഇന്നപ്പം നമ്മളത് തീർച്ചയായിട്ടും അവർ തന്നെയാണ് ചെയ്തതെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ നാളെ അങ്ങനെ ഒരു ന്യൂസ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും അത്ര വലിയ അതിശയം തോന്നും. കാരണം അങ്ങനത്തെ കാപ്പബിലിറ്റി ഉണ്ട്. അത് അവർ ചെയ്യാനാണെങ്കിൽ അവർ ചെയ്തിരിക്കും. പക്ഷെ അതിന് കൂടെ തന്നെ ഈ നേരത്തെ ശ്രീ ഹാഷ്മി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് ഇന്റേണലായിട്ട് ഇപ്പോൾ ഇറാന്റെ ഉള്ളിലും ചില പ്രശ്നമുണ്ട്. അവിടെയും ഇസ്രായേലിനെ പോലുള്ള മറ്റു രാജ്യങ്ങൾ അതിനെ വേണമെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കറിയാം അവരുടെ ഐഡിയോളജിക്കലി അവരൊരു ഇസ്ലാമിക് റെവല്യൂഷന്റെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷേ അവിടെ തന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഈ സൈനികം അല്ലെങ്കിൽ ഈ മിലിറ്ററിയിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, IRGC എന്ന് പറഞ്ഞത് അത് പ്യൂർലി ഈ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മിലിറ്ററിയാണ്. അത് ഏകദേശം പാകിസ്ഥാന്റെ ആർമിയെ പോലാണ്. നമ്മളൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ആർമി എങ്ങനെയാണ് പാകിസ്ഥാന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്, അതേപോലെയാണ് IRGC. അവരുടെ പൊളിറ്റിക്സിലും അവരുടെ സൊസൈറ്റിയിലും അവരുടെ എക്കണോമിക്സിലും 40% ഓൾമോസ്റ്റ് ഇറാന്റെ എക്കണോമി ഈസ് കൺട്രോൾഡ് ബൈ IRGC. അപ്പോൾ അങ്ങനെയുള്ള അവരാണ് ഈ ഐഡിയോളജിക്കലും അവർക്ക് തന്നെ കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഫോഴ്സസ് ഒക്കെ ഉണ്ട്. ഈ അടിച്ചമർത്തലൊക്കെ ചെയ്യുന്ന അവരാണ്. അതുപോലെ തന്നെ രണ്ടാമത് തന്നെ മതപുരോഹിതന്മാരുണ്ട്. ഈ മതപുരോഹിതന്മാരിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ഈ മോഡറേറ്റ്സ് ആയിട്ടും ഒന്ന് വളരെ തീവ്ര നിലപാടെടുക്കുന്ന ആളുകളും. നമുക്കറിയാം ഇപ്പം മരിച്ച ഇബ്രാഹിം റിയാസി, അദ്ദേഹം ഇതിനു വേണ്ടി പ്രതിഷേധം ചെയ്ത ആളുകളെ പണിഷ്മെന്റ് കൊടുക്കുന്നതിന് അദ്ദേഹമാണ് നേരിട്ട് മുൻകൈയെടുത്ത് അവർക്കൊക്കെ വധശിക്ഷയോ മറ്റു കാര്യങ്ങളൊക്കെ അതിനെ നയിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ പലരും അദ്ദേഹത്തിന് ബുച്ചർ ഓഫ് തെഹ്റാൻ എന്ന് വരെ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പം സൊസൈറ്റിയിലുള്ളിൽ അവിടെ ഒരു ഡിവിഷൻ ഉണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ മിലിറ്ററിയിലുണ്ട്. IRGC ഒരു ഭാഗത്ത്, നോർമൽ ആയിട്ടുള്ള വേറെ ഇറാനിയൻ മിലിറ്ററി എന്ന് പറഞ്ഞ വേറൊരു ഫോഴ്സും ഉണ്ട്. അവിടെ അതിനകത്തും എയർഫോഴ്സും നേവിയും ആർമിയും ഉണ്ട്. ഇവിടെയും IRGCക്കും ആർമി എയർഫോഴ്സ് നേവിയും ഉണ്ട്. പക്ഷെ ഇവരാണ് പവർഫുൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രതിഷേധം കാണുമ്പം ഇതിൻ്റെ പുറത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരും. അപ്പം മതപുരോഹിതന്മാർ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ആളുകൾ വധശിക്ഷ കൊടുക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് സംസാരിച്ച ആളുകൾ പോലും ഉണ്ട്. അതുകൊണ്ടാണ് തെരുവിൽ പോലും ഇന്ന് പുതിയ ജനറേഷനെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മാക്സിമം ആളുകൾ 79ന്റെ റെവല്യൂഷൻ കഴിഞ്ഞ് ജനിച്ചവരാണ്. അവർ ഈ പുരോഹിതന്മാർ നടന്നു പോകുമ്പോൾ അവരുടെ തലയിലെ തൊപ്പിയൊക്കെ തട്ടി തെറിപ്പിക്കുന്ന രീതിയൊക്കെ ധാരാളം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയും അവിടെ ഉണ്ട്. പറഞ്ഞു വന്നത് ഇബ്രാഹിം റിയാസിക്ക് ഇറാന്റെ ഉള്ളിൽ തന്നെ ധാരാളം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഭാവത്തിന്റെ ബെനിഫിഷ്യറികൾ ആരാണ് എന്ന ചോദ്യം അവിടെ ഒന്നുകൂടി പ്രസക്തം. ഞാൻ അങ്ങനെ